ഹലോ എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ BGC 101 ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ ക്ലാസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ ലാസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള യൂണിറ്റ് 13, 14, 15, 16 എന്നീ യൂണിറ്റുകൾ വരുന്ന ലാസ്റ്റ് ബ്ലോക്കാണ് നമ്മൾ ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ആദ്യത്തെ യൂണിറ്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 3 ബ്ലോക്കുകളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു BGC 101 ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ നമ്മൾ ആദ്യം പഠിച്ച ബാക്കിയുള്ള യൂണിറ്റുകളിൽ നിന്ന് നല്ല രീതിയിൽ ഡിഫറൻസ് ഉള്ള ഒരു സ്റ്റോറിയും അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ലിറ്ററേച്ചറിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ എൻ്റയർലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേര് വരുന്നത് സംഗം ലിറ്ററേച്ചർ ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ സാൻസ്ക്രിറ്റ് ഡ്രാമ, ഇന്ത്യയിലെ മറ്റ് ക്ലാസിക്കൽ ലിറ്ററേച്ചറിനെ കുറിച്ചെല്ലാം പഠിച്ചു. അവിടെ നിന്ന് നമ്മൾ ഈ ഒരു സംഗം ലിറ്ററേച്ചർ എന്ന ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ വളരെ പഴയ ഏറ്റവും ഈ സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ പോലും മുൻപുള്ള ഏറ്റവും 10,000 വർഷങ്ങൾക്ക് മുൻപ് ഉള്ള ഒരു ലിറ്ററേച്ചർ ഓഫ് ആർട്ടാണ് സംഗം ലിറ്ററേച്ചർ. അപ്പോൾ ഈ ഫസ്റ്റ് യൂണിറ്റിൽ മീൻസ് ഈ ഒരു ബ്ലോക്ക് 1 ആദ്യത്തെ യൂണിറ്റ് ആണ് യൂണിറ്റ് 13. യൂണിറ്റ് 13 സംഗം ലിറ്ററേച്ചറിനെ കുറിച്ച് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന 3 യൂണിറ്റില് സംഗം ലിറ്ററേച്ചർ ആ ഒരു സാഹിത്യത്തിൽ എഴുതിയിട്ടുള്ള ചിലപ്പതികാരൻ എന്നുള്ള ഒരു സ്റ്റോറിയെ കുറിച്ചുമാണ് നമ്മൾ അത് കഴിഞ്ഞുള്ള യൂണിറ്റുകളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇന്ന് നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 13 സംഗം ലിറ്ററേച്ചർ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന ഒരു യൂണിറ്റിനെ പറ്റി പഠിക്കാം. അപ്പോൾ സംഗം ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അതൊരു സാഹിത്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള സാഹിത്യങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് പഠിച്ചത്? യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ പഠിച്ചു, അതുപോലെ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ പഠിച്ചു, ഇന്ത്യൻ ലിറ്ററേച്ചർ പഠിച്ചു, അങ്ങനെ ഒരുപാട് ലിറ്ററേച്ചർ പഠിച്ചു. പക്ഷെ ഇതെല്ലാം വന്നിട്ട് അധിക വർഷങ്ങളായിട്ടില്ല. ഒരു 10, 200, 300 വർഷങ്ങളൊക്കെയാണ്. അങ്ങനെ ആ ഒരു കാലയളവാണ്, ഒരുപാട് നാളെന്ന് പറയാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ലിറ്ററേച്ചർ ഒക്കെ ഓൾമോസ്റ്റ് എപ്പോഴാണ് എഴുതിയത്, ആരാണ് എഴുതിയത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ അത്യാവശ്യം ഒരു ഉറപ്പുണ്ടല്ലേ. പക്ഷെ സംഗം ലിറ്ററേച്ചർ 4000 വർഷങ്ങൾക്ക് മുൻപ് എന്നാണ് ഏറ്റവും കുറഞ്ഞ ഒരു ഐഡിയ. മേ ബി അതിലും മുൻപുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ഇന്ത്യ എന്നുള്ള ഒരു മനുഷ്യരൊക്കെ രൂപം കൊണ്ടുവന്ന ആ ഒരു സമയത്തുള്ള ഒരു ലിറ്ററേച്ചറാണ് ഈ ഒരു സംഗം ലിറ്ററേച്ചർ. അപ്പോൾ സംഗം ലിറ്ററേച്ചർ മെയിനായിട്ട് വന്ന ഇപ്പോഴും ആ ടൈപ്പ് ഓഫ് ആർട്ടൊക്കെ നിലനിന്ന് പോകുന്ന ആ ഒരു മെയിൻ ഇതിൻ്റെ ഒറിജിൻ വന്നത് എവിടെയെന്ന് വെച്ചാൽ തമിഴ്നാടാണ്. ഓക്കെ, അപ്പോൾ തമിഴ്നാട്, കേരള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ആദ്യം ഈ ഒരു ലിറ്ററേച്ചർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ മെയിനായിട്ട് പണ്ട് തൊട്ടേ തമിഴ്നാട്ടിലാണ് ഈ ഒരു ആർട്ട് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ തമിഴ്നാട്ടിൽ പോയാൽ എല്ലാ കാര്യത്തിലും ഒട്ടുമിക്ക എല്ലാ ആർട്ട് ഫോമിലും അവർ മുന്നോട്ടുണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ അമ്പലങ്ങൾ, ഇതൊക്കെ തമിഴ്നാട്ടിൽ കുറച്ചധികം കൂടുതലാണ്. അപ്പോൾ ഈ സംഗം ലിറ്ററേച്ചർ കോമൺലി ഈ ഒരു അമ്പലം അല്ലെങ്കിൽ ഐതിഹ്യങ്ങൾ, വിശ്വാസങ്ങൾ, ഇതെല്ലാം റിലേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലിറ്ററേച്ചറാണ് ഈ ഒരു സംഗം ലിറ്ററേച്ചർ. അപ്പോൾ സംഗം ലിറ്ററേച്ചറിനെ കുറിച്ച് നമുക്ക് ഇനി പഠിക്കാം. ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. അപ്പോൾ ഏറ്റവും പഴയ ഒരു ലിറ്ററേച്ചർ ടൈപ്പാണ് സംഗം ലിറ്ററേച്ചർ. ആൾസോ സ്പെൽഡ് കാൻഗം, ചങ്കം, Shangam is a body of ancient Tamil writings probably produced during the Changams or literary academics located in Madurai, Tamil Nadu from 4th to the 1st century. അപ്പോൾ 4 മുതൽ 1ാമത്തെ സെഞ്ചുറി ആ ഒരു കാലയളവിനുള്ളിൽ തമിഴ്നാട്ടിലെ മധുരയിലാണ് ഈ ഒരു ലിറ്ററേച്ചർ തുടക്കം കുറിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സംഗം ലിറ്ററേച്ചർ എന്ന ആ പേര് ഒരുപാട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്ന ഒരു ഇംഗ്ലീഷ് വേർഡൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് സംഗം, ഈ ഒരു FANGAM ഈ ഒരു വേർഡ് വന്നത്. അപ്പോൾ പണ്ട് നിങ്ങൾക്കറിയാമല്ലോ, അങ്ങനെ അധികം പ്രൊണൗൺസിയേഷൻ ഒന്നും ഇല്ല. ഒരുപാട് ആൾക്കാർക്ക് അധികം ലിറ്ററേസി ഇല്ല, അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് പോലുള്ള വേർഡുകളാണ് പണ്ടുള്ള ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഈ ഒരു സംഘത്തിന് പറഞ്ഞുകൊണ്ടിരുന്ന വേർഡ് സംഗം, അതുപോലെ ചങ്കം, ഇങ്ങനെയൊക്കെയാണ്. അതായത് എഫിന് പകരം C വെച്ചൊക്കെ ആയിരുന്നു ഒരു സ്റ്റാർട്ടിങ് വന്നത്. അതുപോലെ ഈ ലിറ്റററി അക്കാഡമിക്സ്, ഈ ഒരു ലിറ്റററി അക്കാഡമിക്സ് എന്ന് പറയുമ്പോൾ സാഹിത്യപരമായിട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് തുടങ്ങിയ ഒരു ലിറ്ററേച്ചറാണ് ഇതെന്നാണ് പറയുന്നത്. ഫ്രം 4th to 1st century ഇൻ മധുരയാണ്. അപ്പോൾ മധുര എന്ന് പറയുമ്പോൾ തമിഴ്നാടിൻ്റെ ഒരു ഹാർട്ട് പ്ലേസ് ആണെന്ന് പറയാം. അമ്പലങ്ങളുടെ കേന്ദ്രമാണ് മധുര അല്ലേ. അതുമാത്രമല്ല അവിടെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഈ പള്ളി, അമ്പലങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ്
വന്നിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ഈ കൊടുങ്ങല്ലൂർ അമ്മ ഹിന്ദുക്കളിൽ വരുന്ന ഒരു ദേവിയാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയൊക്കെ ഈ ഒരു മധുരയിൽ നിന്ന് വന്നതെന്നൊക്കെയാണ് പറയുന്നത്. ആ ഒരു വിശ്വാസം ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സംഘം ലിറ്ററേച്ചറിൻ്റെ ഒരു മെത്തേഡ് വരുന്നത്. ദ വേർഡ് സംഘം മീൻസ് ആൻ അക്കാഡമി വെയർ ദ പോയട്രി വാസ് കമ്പോസ്ഡ് ആൻഡ് ലേറ്റർ ആന്തോളജിസ്ഡ്. ദ ലിറ്ററേച്ചർ ഓഫ് ദിസ് പീരീഡ് കംപ്രൈസ്ഡ് 3 മെയിൻ ടൈപ്സ് ഓഫ് ലിറ്റററി വർക്ക്സ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദ സംഘം മീൻസ് ആൻ അക്കാഡമി വെയർ ദ പോയട്രി വാസ് കമ്പോസ്ഡ്. സംഘം എന്ന് പറയുമ്പോൾ ഒരു അക്കാഡമിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അക്കാഡമി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കോളേജ് എന്ന് പറയുന്നത് ഒരു അക്കാഡമിയാണ്. അവിടെ ആരൊക്കെ ഉണ്ടായിരിക്കും? പഠിപ്പിക്കാനുള്ള എല്ലാവരും ഉണ്ടാവത്തില്ല. അപ്പം പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള ലിറ്ററേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടാക്കിയ ആൻഷ്യൻ്റ് ആ ഒരു കാലഘട്ടത്തെ ലിറ്ററേച്ചറാണ് സംഗം ലിറ്ററേച്ചർ. അപ്പം നിങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അങ്ങനെ പറയാവേണ്ട കാര്യമില്ല. ജസ്റ്റ് എന്താണ് സംഘം ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലാണ് അതിൻ്റെ ഒറിജിൻ വന്നത്. തമിഴ്നാട് മധുരയിൽ അവിടെ 4th to 5th സെഞ്ചുറിയിൽ വന്ന ഒരു ലിറ്ററേച്ചർ ആർട്ട് ഫോമാണ് സംഘം ലിറ്ററേച്ചർ. ഇത്രയും കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമുക്കിനി ആ ഒരു ചാപ്റ്ററിലോട്ട് ഇനി ഇറങ്ങിച്ചെല്ലാം. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇയർലി സംഘം ലിറ്ററേച്ചറിനെ കുറിച്ചാണ്. ഇനി നമ്മൾ ആ ഒരു ആദ്യത്തെ സംഘം ലിറ്ററേച്ചറിന്റെ തുടക്കവും എന്താണ് സംഘം ലിറ്ററേച്ചറിനെ കുറിച്ചെന്നൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. മോസ്റ്റ് ഓഫ് ദ ഇയർലി ലിറ്റററി ട്രഡീഷൻസ് വെയർ റിലീജിയസ് റൈറ്റിംഗ്സ് ഇൻ സം ഫോം ഓർ ദ അതർ, ബട്ട് സംഘം ലിറ്ററേച്ചർ ഈസ് നോട്ട് റിലീജിയസ് ഇൻ ദാറ്റ് സെൻസ്. അപ്പോൾ പണ്ടുള്ള കാലത്ത് ഇയർലി ലിറ്റററി ട്രഡീഷൻസ് എന്ന് വെച്ചാൽ പണ്ട് ഉള്ള നമ്മുടെ ഇന്ത്യയിലുള്ള ഈ ഒരു ലിറ്ററേച്ചർ ഉണ്ടല്ലോ, നമ്മൾ മഹാഭാരതം എടുക്കാം അല്ലെങ്കിൽ രാമായണം എടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലെ ആൻഷ്യൻ്റ് ഇന്ത്യയിലെ എപ്പിക്കുകളാണ്. അപ്പോൾ ഇതിലെല്ലാം ഉള്ള ഒരു തീം എന്താണ്? മെയിനായിട്ട് ഒരു ദൈവികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ അതിൽ വരുന്നത്. ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ചിട്ട് തിന്മകൾക്കെതിരെ പ്രവർത്തിച്ച് നന്മ ഈ ഒരു ലോകത്തിന് കൊണ്ടുവരുന്ന ആ ഒരു മെസ്സേജ് കൊടുക്കുന്ന ലിറ്ററേച്ചറുകളാണ് ഒരുപാട് പണ്ടുള്ള നമ്മുടെ മഹാഭാരതവും രാമായണത്തിലൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ മുമ്പുണ്ടായിരുന്ന ഇന്ത്യ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ഈ ഒരു ലോകത്തിൽ, അങ്ങനെ തന്നെ പറയാം, ഇന്ത്യ എന്ന് മാത്രം ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല, മുൻപുണ്ടായിരുന്ന ലോകത്തിൽ ആദ്യം വന്ന ലിറ്ററേച്ചറുകളൊക്കെ ദൈവത്തിൻ്റെ മെസ്സേജസ് ആളുകളിലേക്ക് എത്തിക്കുന്ന ആ ഒരു ടൈപ്പായിരുന്നു അല്ലേ. പക്ഷെ അതിൽ നിന്നെല്ലാം ഒരു നല്ല രീതിയിൽ ഡിഫറൻസ്, ഒരു രാപ്പകല് വ്യത്യാസം എന്ന രീതിയിലാണ് സംഘം ലിറ്ററേച്ചറിൻ്റെ ആ ഒരു ഉത്ഭവം വന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു കവി ഇപ്പോൾ ദൈവത്തിനെ ഇപ്പോൾ ശിവനെ കുറിച്ച് ആരാധിച്ചിരുന്നുണ്ടെങ്കിൽ വേറൊരു കവി വിഷ്ണുവിനെ കുറിച്ച് ആരാധിച്ചിരുന്നു, വേറൊരാൾ ഗണപതിനെ കുറിച്ച് ആരാധിച്ചിരുന്നു, വേറൊരാൾ യേശുക്രിസ്തുവിനെ ആരാധിച്ചിരുന്നു, അല്ലെങ്കിൽ മുസ്ലിംസിൻ്റെ ദൈവങ്ങളെക്കുറിച്ചും അവരെക്കുറിച്ച് ആ ഒരു മതത്തിൻ്റെ നല്ല കാര്യങ്ങൾ മറ്റാളുകളിലേക്ക് എത്തിക്കാനായിരിക്കും എല്ലാ കവികളും അല്ലെങ്കിൽ എല്ലാ റൈറ്റേഴ്സും എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നല്ല ഒരു വേരിയേഷൻ കൊണ്ടുവരണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് സംഘം ലിറ്ററേച്ചറിൻ്റെ ഒരു തുടക്കം വന്നത്. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും ഇതിൽ നിന്നെല്ലാം വ്യത്യാസമാണെങ്കിൽ സംഘം ലിറ്ററേച്ചറിൽ എന്താണ് അപ്പോൾ അതിലുള്ള കണ്ടന്റ്, അല്ലെങ്കിൽ സംഘം ലിറ്ററേച്ചർ ടൈമിൽ ഇറങ്ങിയ റൈറ്റിംഗ്സിലെ കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. എന്താണെന്ന് നോക്കാം. The poems belonging to സംഘം literature are based on 2 main themes, love അല്ലെങ്കിൽ അകം ആൻഡ് ഹീറോയിസം ഓർ പ്രൈസ് ഓഫ് കിങ്സ് ആൻഡ് ദെയർ ഡീഡ്സ് പുറ. അപ്പോൾ സംഘം ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ 2 ടൈപ്പിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 ടൈപ്പിലാണ് ഈ സംഘം ലിറ്ററേച്ചറിൽ വരുന്ന കവിതകൾ ഇതെല്ലാം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നിനെ അകമെന്നും രണ്ടാമത്തിനെയും പുറം എന്നാണ് പറയുന്നത്. അപ്പം അകം പുറം എന്ന് പറയുമ്പോൾ നമ്മുടെ ലാംഗ്വേജിൽ പറയുമ്പോൾ അകം എന്ന് പറയുമ്പോൾ ഇൻസൈഡും പുറം എന്ന് പറയുമ്പോൾ ഔട്ട് സൈഡ് ഒന്നും പറയുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ മീനിങ് അതല്ല കേട്ടോ. ഇത് പണ്ടത്തെ വേർഡാണ്. ഈ അകം പുറം അതൊക്കെ അന്ന് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വേർഡാണ്. അതിനുള്ള മീനിങ്ങും വേറെയാണ്. അപ്പോൾ അകം എന്നുള്ളതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ലവ് ആണ്. പുറം എന്ന് പറഞ്ഞാൽ ഹീറോയിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സംഘം ലിറ്ററേച്ചർ ഈ ഒരു അകം അല്ലെങ്കിൽ പുറം ഈ ഒരു തീമിൽ മാത്രമേ ഈ ഒരു റൈറ്റിങ്സ് വരാറുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സംഘം ലിറ്ററേച്ചർ ടൈമിൽ ഈ സംഘം ലിറ്ററേച്ചറൊക്കെ എഴുതിക്കൊണ്ടിരുന്ന റൈറ്റേഴ്സ് ഒരു കഥ എഴുതുകയാണ്. ആ കഥയിലുള്ള തീം എന്താണെന്ന് വെച്ചാൽ ഒരു കാമുകനും കാമുകിയാണ്. അവർ തമ്മിലുള്ള പ്രണയമാണ് കംപ്ലീറ്റ് എൻ്റയർ ആയിട്ട് വരുന്നത് അതിലെ ഒരു തീം എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അത് ഒരു സ്നേഹമായിട്ടുള്ള ഒരു തീമാണല്ലോ അതിൽ വരുന്നത്. പ്രണയമാണ് അതിൽ തീം വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രണയം റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു കവിതേനെ ആ ഒരു കവിതയുടെ തീമിനെ അകം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞു അകത്തിൻ്റെ മീനിങ് ലവ് എന്നാണ്.
ഇനി ഈ സംഘം ലിറ്ററേച്ചർ ടൈമിൽ എഴുതുന്ന ആ ഒരു ഇതൊക്കെ എഴുതുന്ന ഒരു കവി അല്ലെങ്കിൽ വേണ്ട ഒരു റൈറ്റർ ഒരു കഥ എഴുതുകയാണ്. അദ്ദേഹത്തിൻ്റെ കഥയിൽ വരുന്നത് ഹീറോയിക് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഹീറോ വരുന്നു, ആ ഹീറോ ഒരുപാട് പേരെ അടിച്ചു കൊല്ലുന്നു, ഒരുപാട് സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അല്ല എങ്കിൽ കിങ്ഷിപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു രാജാവ് രാജ്ഞി ഇങ്ങനെ കിങ്ഡം റിലേറ്റഡ് ആയിട്ടുള്ള രാജഭരണം റിലേറ്റഡ് ആയിട്ടുള്ള വാറ്, മെയിനായിട്ട് വാറ് പറയാം. ഓക്കെ, യുദ്ധങ്ങള്, ഈ യുദ്ധത്തിൽ വരുമ്പോൾ ഹീറോയിക് ആയിട്ടുള്ള കാര്യമാണല്ലോ. യുദ്ധത്തിൽ മെയിനായിട്ട് ഒരാളുണ്ടാവും, അദ്ദേഹമായിരിക്കും ഈ ഒരു യുദ്ധം നയിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഹീറോയിക് ആയിട്ടുള്ള യുദ്ധം, വാറ്, കിങ്ഷിപ്പ് ഇങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കഥയാണ് ആ ഒരു കഥയിൽ, ഈ ഒരു റൈറ്റർ എഴുതുന്ന കഥയിൽ വരുന്നതെങ്കിൽ അതിൻ്റെ തീം വരുന്നത് പൊറോണ്. മനസ്സിലായോ? അപ്പൊ സംഘം ലിറ്ററേച്ചർ 2 ടൈപ്പിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇതിൽ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഇത് മനസ്സിലാക്കി വെക്കുക. സംഘം ലിറ്ററേച്ചർ ആർ ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്സ്. ഒന്ന് അകം, ഒന്ന് പുറം. അപ്പോൾ അകം നിങ്ങൾ എഴുതുമ്പോൾ അകം ഓറ് ബ്രാക്കറ്റിൽ ലവ് എന്ന് കൊടുക്കുക. പിന്നെ പുറം എന്ന് കൊടുത്തിട്ട് ഹീറോയിക് ഡീഡ്സ്. ഹീറോയിക് ഡീഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹീറോയുടെ പ്രവൃത്തികൾ. അപ്പോൾ സംഘം ലിറ്ററേച്ചർ ഇങ്ങനെ 2 ടൈപ്പിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസിയാണ്, മനസ്സിലായി കാണുമല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ലിറ്ററേച്ചർ ഓഫ് ദിസ് പീരീഡ് വാസ് കംപ്രൈസ്ഡ് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് വർക്ക്. 1 എട്ടുകൊട്ടൈ, 2 പട്ടുപാട്ട്, 3 തൊൽക്കാപ്യം. അങ്ങനെ ഈ സമയത്തിറങ്ങിയ ഈ സംഘം ലിറ്ററേച്ചർ ഉണ്ടല്ലോ, ഈ സാഹിത്യപരമായിട്ടുള്ള വർക്കുകളെ 3 രീതിയിൽ അടുത്ത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു സംഘം ലിറ്ററേച്ചർ അന്നിറങ്ങുന്ന ആ ഒരു കാലയളവിൽ ഈ സംഘം ലിറ്ററേച്ചറിൻ്റെ ആ ഒരു ഒറിജിൻ ടൈമിൽ എഴുതുന്നതും ഇറങ്ങിക്കൊണ്ടിരുന്ന എല്ലാ കഥകളും കവിതകളും എല്ലാം സംഘം ലിറ്ററേച്ചറാണ്. ഈ ഒരു സംഘം ലിറ്ററേച്ചറിൻ്റെ കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ഇറങ്ങിക്കൊണ്ടിരുന്നതാണ്. എക്സാമ്പിൾ ഞാൻ പറയാം. സാൻസ്ക്രിറ്റ് ഡ്രാമയെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താണ്? സംസ്കൃത ഡ്രാമ. അപ്പോൾ ഈ ഒരു സാൻസ്ക്രിറ്റ് ഡ്രാമ ഇറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് അന്നാട്ടിൽ സംസ്കൃതമാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഇറങ്ങിക്കൊണ്ടിരുന്ന എല്ലാ ഡ്രാമകളും സാൻസ്ക്രിറ്റ് ഡ്രാമയാണ് നമ്മുടെ ഇന്ത്യയിൽ. അതുപോലെ തന്നെ ഈ ഒരു തമിഴ്നാട്ടിൽ സംഘം ലിറ്ററേച്ചറിൻ്റെ ഒറിജിൻ ടൈം അല്ലെങ്കിൽ ആ ഒരു സംഘം ലിറ്ററേച്ചർ ഈ റൈസായി വന്ന സമയത്ത് ഇറങ്ങിയ എല്ലാ പോയംസും റൈറ്റിങ്സും എല്ലാം സംഘം ലിറ്ററേച്ചറിൻ്റെ കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ 2 ടൈപ്പിലുള്ള റൈറ്റിങ്സ് അല്ലെങ്കിൽ പോയംസ് മാത്രമേ ഇറങ്ങിക്കൊണ്ടിരുന്നുള്ളൂ. ഒന്ന് അകവും ഒന്ന് പുറവും. അത് നമ്മൾ പറഞ്ഞു 2 ടൈപ്പ്. അതിപ്പോൾ അകമാണേലും പുറമാണേലും അത് സംഘം ലിറ്ററേച്ചർ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനെ ഈ ഒരു സംഘം ലിറ്ററേച്ചറിനെ അല്ലാതെ തന്നെ 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലവ് അല്ലെങ്കിൽ ഹീറോയിക് ഡീഡ്സ് ആയിരിക്കും സംഘം ലിറ്ററേച്ചറിൽ വരുന്ന ഈ ടീം വരുന്നത്. പക്ഷേ അതിൽ നിന്ന് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സംഘം ലിറ്ററേച്ചറിൻ്റെ ടൈപ്പ്. ദ ലിറ്ററേച്ചർ ഓഫ് ദിസ് പീരീഡ് വാസ് കംപ്രൈസ്ഡ് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ്. ഈ ഒരു ലിറ്ററേച്ചറിനെ 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് 1 എട്ടുകൊട്ടൈ, രണ്ടാമത്തത് പട്ടുപാട്ട്, 3 തോൽക്കപ്യം എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് മധുരയിലാണ് ഒറിജിൻ എന്ന്. അപ്പോൾ ഒരു തമിഴ് സാൻസ്ക്രിറ്റ് അങ്ങനെയൊക്കെ ചേർന്ന ഒരു വേർഡുകളാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് മേ ബി നിങ്ങൾക്ക് വായിച്ചെടുക്കാനായിട്ട് ഡിഫിക്കൽട്ടായിരിക്കും. പിന്നെ ഇത്രയും കാണുന്ന ഈ ഒരു ചാർട്ടൊക്കെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഈസിയാണ്. അങ്ങനെ കാണാതെ അങ്ങ് പഠിക്കേണ്ട കാര്യങ്ങളില്ലെങ്കിലും മനസ്സിലാക്കി വെക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സംഘം ലിറ്ററേച്ചറിൻ്റെ തീമിനെയാണ് 2 രീതിയിൽ അകം പുറം എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒന്നെങ്കിൽ സംഘം ലിറ്ററേച്ചർ ടൈപ്പിലെ പോയംസ് അല്ലെങ്കിൽ അതിലെ സ്റ്റോറിയിൽ ലവ് തീമായിരിക്കും അല്ലെങ്കിൽ ഹീറോയുടെ പ്രവൃത്തി റിലേറ്റഡ് ആയിട്ടുള്ള തീമായിരിക്കും. പക്ഷെ അതിൽ 3 ടൈപ്പായിട്ട് ഇതിനെ ഈ ഒരു ലിറ്ററേച്ചറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ 1 എട്ടുടൊക്കൈ, രണ്ടാമത്തത് പട്ടുപാട്ട്, 3 തോൽക്കപ്പിയോ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു തമിഴ്നാട്ടിലാണ് ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന്. അതുകൊണ്ട് തന്നെ തമിഴ് സാൻസ്ക്രിറ്റൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള വേർഡുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. മേ ബി നിങ്ങൾക്ക് റീഡ് ചെയ്തെടുക്കാനായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് അത്യാവശ്യം ഡിഫിക്കൽട്ട് വന്നേക്കാം. അപ്പോൾ ഈ ഒരു ടേബിളൊക്കെ ഈ ഒരു ഫോർമാറ്റൊക്കെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, എളുപ്പമാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊന്ന് ചാർട്ട് വൈസ് ഇവിടെ വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കുന്ന ടൈമിൽ
ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് അടുത്തടുത്ത് വെച്ചേക്കുക കേട്ടോ. കാരണം ഈ വേർഡ് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ മേ ബി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല കറക്റ്റ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കൂടെ നോക്കിയാൽ ആ ഒരു വേർഡിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെ ആണെന്നൊക്കെ മനസ്സിലാവും. ഇനി ടെക്സ്റ്റ് ബുക്ക് കയ്യിലില്ല, റെഫറൻസ് ബുക്ക് ഒന്നും കയ്യിലില്ല എങ്കിൽ ഇഗ്നോയുടെ ഈ കണ്ടന്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ടെക്സ്റ്റ് ബുക്കുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, സോഫ്റ്റ് കോപ്പി. അപ്പോൾ അതൊന്ന് എടുത്ത് വച്ചേക്കുക കേട്ടോ പഠിക്കുന്ന ടൈം. അപ്പോൾ നമ്മൾ പറഞ്ഞു 8 ടൊക്കെ പട്ടുപാട്ട് തോൽക്കപ്പിയ. അപ്പോൾ 8 ടൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത്? 8 എന്ന് പറയുമ്പോൾ ഒരു ഡിജിറ്റാണ്. 8 എണ്ണം, 8 മുട്ടായി, 8 കേക്ക് പീസ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ല. അതുപോലെ ആ ഒരു ഡിജിറ്റ് 8 തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ 8 ടൊക്കെ എന്ന് പറയുമ്പോൾ 8 കൊട്ട അല്ലെങ്കിൽ 8 മുട്ട അങ്ങനെയൊന്നുമല്ല മീനിങ് വരുന്നത്. ഇവിടെ അവരുടെ ഒരു വേർഡാണ് 8 ടൊക്കെ എന്നുള്ളത്. അപ്പോൾ ഈ 8 ടൊക്കയിൽ 8 എണ്ണം ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. 8 ടൈപ്പ് വരുന്നുണ്ട്. ഈ ഒരു 8 ടൊക്കയുടെ അണ്ടറിൽ 8 ടൈപ്പ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് 8 ടൊക്കെ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഒരു 8 ടൊക്കയിൻ്റെ അണ്ടറിൽ വരുന്ന 8 എണ്ണം ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ കൊടുത്തിട്ടുള്ള 8 എണ്ണമാണ്. അതിൽ ഫസ്റ്റ് വൺ കുരുണ്ടൊക്കെ, നരിനായി, അകനുരു, ഐക്കുരുന്നൂരു, കള്ളിട്ടൊക്കെ, പുരനാനൂരു, പട്ടിരുപ്പാട്ട്, പരിപ്പാട്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. 8 വേർഡും ഭയങ്കര ഈസി അല്ലേ നമുക്ക് വായിച്ചെടുക്കാനായിട്ട്. അത് ഞാൻ പറഞ്ഞു സാൻസ്ക്രിറ്റ് തമിഴൊക്കെ മിക്സ് ആയ വേർഡുകളാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. അപ്പോൾ ഇത്രയും 8 എണ്ണമാണ് വരുന്നത്. ഒന്നുകൂടെ പറയാം. കുരുണ്ടോക്കെ, നരിനൈ, അകനാനൂരു, ഐക്കുനുരു, കളിട്ടൊക്കെ, പുരനാനൂരു, പത്തിരിപ്പാട്ട്, പരിപ്പട്ടൈ. ഇങ്ങനെ 8 എണ്ണമാണ് വരുന്നത്. ഇനി അടുത്ത് പറഞ്ഞിട്ടുള്ളത് ദ ഫസ്റ്റ് 5 ആന്തോളജീസ് കുരുണ്ടോക്കെ, നരിനായി, അകനാരു, ഐക്കുനുരു ആൻഡ് കളിട്ടൊക്കെ ഓഫ് ദ 8 കൊട്ടൈ ഓർ ദ 8 ആന്തോളജീസ് ഓഫ് കളക്റ്റഡ് പോയട്രി ഡീൽ വിത്ത് ദ തീം ഓഫ് ലവ് ഓർ അകം. അപ്പോൾ നമ്മൾ പറഞ്ഞു 8 ടൊക്കയുടെ അണ്ടറിൽ 8 എണ്ണം വരുമെന്നാണ്. ഈ 8 ടൊക്ക എന്ന് പറയുന്നതിൻ്റെ മീനിങ് 8 ആന്തോളജീസ് എന്നാണ് ഈ ഒരു 8 ടൊക്കയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ വരുന്നത്. ആന്തോളജീസ് എന്ന് പറയുമ്പോൾ സമാഹാരം എന്നാണ് മീനിങ്. എന്ന് പറയുമ്പോൾ ഒരു കളക്ഷൻ ഓഫ്, നമ്മൾ പറയും കവിതാ സമാഹാരം എന്ന് പറയും. കവിതാ സമാഹാരം എന്ന് പറയുമ്പോൾ ആ ഒരു ബുക്കിൽ കുറച്ചധികം കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു 8 ടൊക്കയുടെ അണ്ടറിൽ വരുന്ന ഒരു കളക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് വരുന്ന 5 കളക്ഷൻ, ഈ ഒരു കുരുണ്ടൊക്കെ, നരിനായി, അകനാനൂരു, ഐക്കുരുരു, കളിട്ടൊക്കെ, ഈ ഒരു 5 എണ്ണം, 5 ടൈപ്പിൽ വരുന്ന പോയറ്റിക് ലിറ്ററേച്ചർ. അതിപ്പോൾ സോങ് ആണെങ്കിലും പോയം ആണെങ്കിലും മറ്റു റൈറ്റിങ്സ് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും അതിൽ വരുന്ന തീം ലവ് അല്ലെങ്കിൽ അകം ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു അകം എന്താണ്? ലവ് ആണ്. അപ്പം ഇതിൽ ഈ ഒരു ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് 5 എണ്ണത്തിലും ഈ ഒരു 5 എണ്ണം കൊണ്ട് എഴുതിയിട്ടുള്ള ആ ഒരു തീം ബേസ് ചെയ്ത് എഴുതിയിട്ടുള്ള പോയറ്റിക്കിൽ അല്ലെങ്കിൽ പോയംസിൽ വരുന്ന തീം പ്രണയമായിരിക്കും. അല്ലെങ്കിൽ പ്രണയം റിലേറ്റഡ് ആയിട്ടുള്ള, സ്നേഹം, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള തീമാണ് ഈ ഒരു ആദ്യം പറഞ്ഞിട്ടുള്ള 5 എണ്ണത്തിൽ വരുന്നത്. അത് കഴിഞ്ഞ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ദ നെക്സ്റ്റ് 2 ആന്തോളജീസ് ഈസ് അബൌട്ട് ഹീറോയിസം ആൻഡ് ദ പ്രൈസ് ദ കിങ് ആൻഡ് ദെയർ ഡീഡ്സ്, വൈൽ ദ 8th ആന്തോളജി ഓർ പരിപ്പാട്ടൽ ഹാസ് പോയം കവറിംഗ് ലവ് ഓർ അകം, ഹീറോയിസം ഓർ പുറം ആൻഡ് പ്രൈസിങ് റൂളേഴ്സ് ആൻഡ് ദെയർ ഡീഡ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം വരുന്ന ഈ ഒരു 5 എണ്ണത്തിൽ തീം വരുന്നത് ലവ് ആണ്, അതായത് അകമാണ് വരുന്നത്. അത് കഴിഞ്ഞ് വരുന്ന 2 എണ്ണം, അത് കഴിഞ്ഞ് വരുന്ന 6ഉം 7ഉം ഏതാണ്? പുരനാനൂരു, പട്ടിരിപ്പാട്ട് എന്നീ 2 എണ്ണത്തിലും തീം വരുന്നത് പുറമാണ്. പുറം എന്താണ്? ഹീറോയിക് ഡീഡ്സ് ആയിരിക്കും. ഹീറോയിക് ഡീഡ്സ് എന്ന് പറയുമ്പോൾ ഹീറോയുടെ പ്രവൃത്തികൾ, അല്ലെങ്കിൽ രാജഭരണം, രാജാവ്, ക്യൂണ്, അങ്ങനെ ഒരു കിങ്ഷിപ്പ്, കിങ്ഡം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കും ഈ ഒരു പുറത്തിൽ വരുന്നത്. അപ്പോൾ പുറമാണ് പുരനാനൂരിലും പട്ടിരപ്പാട്ടിലും വരുന്ന തീം. ഇനി ലാസ്റ്റ് 8ാമത് ഒരാൾ ഒറ്റയ്ക്ക് ഇരിപ്പുണ്ടല്ലോ. നമ്മൾ ഇത്രയും പേരെ ക്ലാസിഫൈ ചെയ്തു. ഈ 8ാമത് വരുന്ന പട്ടിരിപ്പാട്ടില് ബോത്ത് എന്ന് പറയുമ്പോൾ 2ഉം വരും. പട്ടിരിപ്പാട്ടില് ഈ ലവും വരും, ഹീറോയ്ക്കും വരും. അപ്പോൾ പട്ടിരിപ്പാട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറയാം. ഇപ്പൊ പരിപ്പാട്ടിലാണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ പരിപ്പാട്ടില് ആ ഒരു തീമിൽ ഒരു സ്റ്റോറി, ഒരു പോയം എഴുതുക എന്ന് വെച്ചാൽ ആ ഒരു പോയത്തിൽ എന്താണ് എക്സാമ്പിൾ പറയാം, 2 രാജ്യങ്ങൾ തമ്മിലുള്ള
ഒരു യുദ്ധമാണ്. പക്ഷെ ഒരു രാജ്യത്തിലെ രാജാവിന് അപ്പുറ രാജ്യത്തിലെ രാജ്ഞിനെ ഇഷ്ടമാണ്. അപ്പോൾ അവർ തമ്മിൽ സീക്രട്ടായിട്ട് പ്രേമിക്കുന്നുണ്ട്. പക്ഷേ ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. ഇവർ തമ്മിൽ സ്നേഹിച്ച് ലാസ്റ്റ് ഇവർ കല്യാണവും വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറിയിൽ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? അവിടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ പ്രണയവും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ രണ്ട് അകവും പുറവും ആ ഒരു സ്റ്റോറിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ടൈപ്പ് സ്റ്റോറികളെയാണ്, അല്ലെങ്കിൽ ആ ടൈപ്പ് പോയംസിനെയാണ് പറിപ്പാട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇത് ഒരുപാട് നമ്മൾ അങ്ങനെ ഒരുപാട് പറഞ്ഞു പോയാലും മേ ബി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. സോ 8 കൊട്ട ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പോൾ സംഘ ലിറ്ററേച്ചറിൽ ഈ ഒരു ലിറ്ററേച്ചറിനെ 3ആയിട്ട് അഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 8 ടൊക്കൈ, പട്ടുപാട്ട്, ടോൾ കബ്യം. ഇതിൽ 8 ടൊക്കയുടെ അണ്ടറിൽ 8 ടൈപ്പ് വരുന്നുണ്ട്. അതിൽ ആദ്യം വരുന്ന 5 എണ്ണത്തിൽ തീം ലവ് ആണ്. ലവ് ഓർ അകമാണ് തീം വരുന്നത്. അത് കഴിഞ്ഞ് വരുന്ന 6-ാമതും 7-ാമതും വരുന്ന ടൈപ്പില് തീം വരുന്നത് പുറമാണ്. പുറം എന്ന് പറയുമ്പോൾ ഹീറോയിക് ഡീഡ്സ് ആണ്. ലാസ്റ്റ് വൺ വരുന്ന 8-ാമതുള്ള പറിപ്പാട്ടല്, അതിൽ 2 തീം വരും, അകവും വരും പുറവും വരും. മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, നിങ്ങളിത് പഠിക്കുന്ന ടൈമിൽ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ അതിലൊന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ, അല്ലെങ്കിൽ പഠിച്ചെടുക്കാനായിട്ട് പാടായിരിക്കും. പോയിന്റ് വൈസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിൽ മാർക്ക് ചെയ്ത് പോവുക. ഇത്ര എണ്ണത്തിലാണ് ലവ്, ഇത്ര എണ്ണത്തിലാണ് പുറം തീം വരുന്നത്, ഇതിൽ ബോത്ത് വരുന്നുണ്ടെന്ന് ഇതുപോലെ ക്ലാസിഫൈ ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ 8 ടൊക്കേനെ കുറിച്ച് പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് പട്ടുപാട്ടിലോട്ട് പോവാം. അതിന് മുന്നേ ഇതിൽ ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്കൊന്ന് വായിക്കാം. ദ പോയിംസ് ഓൺ ഹീറോയിസം ഓർ അകം ആർ എ റിഫ്രഷിംഗ് ചേഞ്ച് ഫ്രം മോസ്റ്റ് ഓഫ് ദ ഇയർലി ആൻഡ് medieval poetry written in the subcontinent, because these poems have a sense of freshness and they are not bogged down by the use of literary conceit and mythological references. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പോയംസിൽ അകം അല്ലെങ്കിൽ പുറം, ഈ ഒരു ഹീറോയിക് ഡീഡ്സും ലവും ഇങ്ങനെയൊക്കെ ഉള്ള പോയംസ് ആ ഒരു കാലത്ത് എഴുതിക്കൊണ്ടിരുന്ന ടൈമിൽ അതൊരു റിഫ്രഷ്നെസ് ആളുകൾക്ക് എത്തിക്കും ആയിരുന്നു എന്നാണ് പറയുന്നത് ഇത് വായിക്കുന്ന ടൈമിൽ. കാരണം ഇത് ഫസ്റ്റ് ടൈമിൽ ആൻഷ്യൻ്റ് വേൾഡിലെ ഒരു ലിറ്ററേച്ചർ ആണല്ലോ. അപ്പം അന്നത്തെ കാലത്ത് ഈ ആൾക്കാരിലോട്ട് ഫസ്റ്റ് ഈ ഒരു റൈറ്റിങ്സ് ഒക്കെ ചെന്നപ്പോൾ ആൾക്കാർക്ക് മേ ബി വായിച്ച ടൈമിൽ ഒരു റിഫ്രഷ്നെസ് ഒക്കെ തോന്നിയിട്ടുണ്ടാവാം. However, the Paripatal has some poems that cover 4 deities, Vishnu, Shiva, Durga and മുരുകൻ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പറഞ്ഞു ലാസ്റ്റ് വണ്ണിലുള്ള പറിപ്പാട്ടൽ, അതിൽ കുറച്ച് കാര്യങ്ങൾ അവർ കവർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ദൈവികമായിട്ടുള്ള ആരുടെയാണ്? ശിവ, വിഷ്ണു, ദുർഗ, മുരുകൻ, അങ്ങനെയുള്ള ദൈവികമായിട്ടുള്ള ആൾക്കാരുടെ കഥകളൊക്കെ ഈ ഒരു പറിപ്പാട്ടലിൽ ഇൻക്ലൂഡഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ നെക്സ്റ്റ് കളക്റ്റഡ് വർക്ക് ആർ ദ 10 ലോങ് പോയിംസ് ഓർ ദ പറ്റിപ്പാട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പട്ടിപ്പാട്ട് അങ്ങനെ രണ്ടും പറയുന്നുണ്ട്. പട്ടുപാട്ടാണ് കറക്റ്റ്. പട്ടുപാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 8 കൊട്ടേനെ പറഞ്ഞു. 8 കൊട്ടയിൽ എന്താണ് 8 ഉള്ളത്. അപ്പോൾ ഈ ഒരു പട്ടുപാട്ടിൽ എന്തായിരിക്കും? പട്ടുപാട്ടിന് 10 പാട്ടെന്നാണ് കറക്റ്റ് വരുന്നത് കേട്ടോ. 10 പാട്ടെന്ന് പറയുമ്പോൾ 10 എണ്ണം. ഇവിടെ 8 കൊട്ടയുടെ അണ്ടറിൽ 8 ഉണ്ടെങ്കിൽ ഇവിടെ പട്ടുപാട്ടിൻ്റെ അണ്ടറിൽ 10 എണ്ണം ഉണ്ട്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു വേർഡ് നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു മീനിങ്ങിലോട്ട് ചെല്ലുന്നതുകൊണ്ട് മേ ബി നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അല്ലേ. പട്ടുപാട്ട് 10 എന്ന് ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ 10 എണ്ണം അതിൻ്റെ അണ്ടറിലുണ്ടെന്നാണ് അർത്ഥം വരുന്നത്. ഈ 10 എണ്ണം എന്ന് പറയുമ്പോൾ ദ 10 ലോങ് പോയിന്റ്സ് അല്ലെങ്കിൽ ദ പട്ടുപാട്ടെന്നാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന പോയിംസ് എല്ലാം ലോങ് ആയിട്ടുള്ള പോയിംസ് ആയിരിക്കും വരുന്നത്. 10 ലോങ് പോയിംസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു 10 എണ്ണത്തിൻ്റെ പേര് ഫസ്റ്റ് വായിക്കാം. കുറിഞ്ചിപ്പാട്ട്, പൊരുനാരുപ്പാട്ടൈ, സിറുപ്പണറുപ്പാട്ടൈ, പെരുമ്പണറുപ്പാട്ടൈ, മധുരായി കാൻസി, മലൈപ്പാട്ടുകാട്ടം, പട്ടിണിപ്പളൈ, മുള്ളൈപ്പാട്ട്, നെട്ടുണൽ വട്ടൈ, തിരുമുറക്കറുപ്പാട്ടൈ. ഓക്കെ 10 പേര് നമ്മൾ പഠിച്ചു. അപ്പം നിങ്ങളിത് ഒരു ദിവസം ഇങ്ങനെ വായിക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് ആരും കേൾക്കണ്ട. ഈ കുറച്ചൊന്നും വായിക്കരുത്. വീട്ടുകാർ തെറ്റിദ്ധരിക്കും നമ്മൾ വേറെ എന്തെങ്കിലും പറയുവാണെന്ന്. ഓക്കെ, അതുകൊണ്ട് പതിയെ ഒളിച്ചിരുന്ന് വായിക്കുക കേട്ടോ ഇത്രയും കാര്യങ്ങൾ. അങ്ങനെയുള്ള നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണല്ലേ മേ ബി പക്ഷേ നമുക്ക് വായിച്ചൊരു 1-2 ദിവസം വായിച്ച് കറക്റ്റ് വരുമ്പോൾ നമുക്ക് നമ്മുടെ വായുമായിട്ട് വഴങ്ങും ഈ വേർഡ്സ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഒന്ന് വായിച്ചു തരാം. കുറിഞ്ചിപ്പാട്ട്, പൊരുനാറുപാട്ടൈ, സിറുപ്പണറുപ്പാട്ടൈ, പെരുമ്പണറുപ്പാട്ടൈ, മധുரை കാൻസി, മലൈപ്പാട്ടുകാട്ടം, പട്ടിണിപ്പളൈ, മുളൈപ്പാട്ട്, നെട്ടുണൽ വാട്ടൈ, തിരുമുറൈക്കറുപ്പാട്ടൈ.
തിരുമുറ കറമുറ. ഓക്കെ, അങ്ങനെ 10 എണ്ണമാണ് ഈ ഒരു പട്ടുപാട്ടിന്റെ പട്ടുപാട്ട്. ഓക്കെ, ഈ ഒരു പട്ടുപാട്ടിന്റെ അണ്ടറിൽ വരുന്ന 10 ലോങ് പോയംസിന്റെ ടൈപ്പിൽ വരുന്ന ഈ ഒരു 10 എണ്ണമാണ്. ഇനി നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് വായിക്കാം. ബിസൈഡ്സ് എ ഗ്രാമർ treatise called the Tolkappiyam, which deals with the rules and the norms of Tamil poetics, was produced. അപ്പോൾ നമ്മൾ 8 കോട്ടേനെ കുറിച്ച് പഠിച്ചു. അതിൽ ഈ ഒരു തീം വരുന്ന ആ രീതി പറഞ്ഞു. പട്ടുപാട്ടിന്റെ അണ്ടറിൽ 10 എണ്ണം ഉണ്ട്, പക്ഷെ അതിലങ്ങനെ തീമിനെ കുറിച്ചൊന്നും നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നില്ല. ഒരു കാര്യം പറയുന്നുണ്ട്, ഈ ഒരു 10 എണ്ണം വരുന്നതും ലോങ് ആയിട്ടുള്ള പോയംസ് ആണെന്ന് പറയുന്നുണ്ട്. സോ അത് കഴിഞ്ഞ് ഡയറക്ട്ലി തോൽക്കപ്പ്യത്തിലോട്ടാണ്, മൂന്നാമത് വരുന്ന ടൈപ്പായിട്ടുള്ള തോൽക്കപ്പ്യത്തിലോട്ടാണ് ടെക്സ്റ്റിൽ പോകുന്നത്. തോൽക്കപ്പ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എ ഗ്രാമർ ട്രീറ്റീസ് കാൾഡ് Tolkappiyam, which deals with the rules and norms of Tamil poetics, was produced. തമിഴ് പോയറ്റിക്സിൽ അല്ലെങ്കിൽ തമിഴ് കാവ്യാത്മക ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള റൂൾസും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ടൈപ്പാണ് തോൽക്കപ്പ്യം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സംഘം ലിറ്ററേച്ചർ വാസ് rediscovered in the 19th century by a generation of Western and Indian Orientalists who systemized the older manuscripts and translated them into English and subsequently published them. അപ്പോൾ നമ്മൾ പറഞ്ഞു എവിടെയാണ് തമിഴ്നാട്ടിൽ 4th to 1st century ആ ഒരു കാലയളവിലാണ് സംഘം ലിറ്ററേച്ചർ വന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പല ടൈപ്പുള്ള ലിറ്ററേച്ചർ വന്നു. ഒരുപാട് ഈ ഒരു സംഘം ലിറ്ററേച്ചർ പിന്നെ കാണാമറയത്തോട്ട് പോയി. പിന്നെ 19th സെഞ്ചുറി ആയപ്പോൾ ഈ ഒരു സംഘം ലിറ്ററേച്ചർ പിന്നെയും റീഡിസ്കവേർഡ് ആയിട്ട് വന്നു. ആരൊക്കെയാണ്? വെസ്റ്റേൺ ഇന്ത്യൻ ആൾക്കാരൊക്കെ ചേർന്നിട്ടാണ്. അവിടെയുള്ള ഈ ഒരു പോയറ്റ്സും അങ്ങനെയുള്ള ഈ ഇതൊക്കെ സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണ് സംഘം ലിറ്ററേച്ചറിനെ പിന്നെയും ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ട് വന്നത്. അതുകൊണ്ടാണ് നമുക്കിതിപ്പോൾ പഠിക്കേണ്ട ആവശ്യം വന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത് അവരെങ്ങനെ 19th സെഞ്ചുറി കഴിഞ്ഞപ്പോൾ ഈ ഒരു സംഘം ലിറ്ററേച്ചർ ഓരോരുത്തരെ തിരിച്ച് കണ്ടെത്തി കൊണ്ടുവന്നു. ഇപ്പോൾ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉള്ള സയൻറ്റിസ്റ്റുകളൊക്കെ കണ്ടുപിടിച്ച് വരുന്നില്ല. അതുപോലെ സംഘം ലിറ്ററേച്ചർ 19th സെഞ്ചുറി ആയപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ വേർഡുകളൊക്കെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു കേട്ടോ. Kaminda Iyer and Thamodaram Pillai discovered the old poems in crumbling palm leaf manuscripts. അപ്പോൾ 19th സെഞ്ചുറി ആയപ്പോൾ ഇങ്ങനെ കുറച്ച് പേര് സംഘം ലിറ്ററേച്ചർ കണ്ടെത്തി എന്ന് പറഞ്ഞു, തിരിച്ച് പിന്നെയും കണ്ടെത്തി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കാമിൻഡോ അയ്യറും ദാമോദരൻ പിള്ളയും കൂടെ ചേർന്നിട്ട് ഈ ഒരു ലിറ്ററേച്ചർ ക്രംബ്ലിംഗ് പാം ലീവ്സിൽ മാനുസ്ക്രിപ്റ്റ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത് കണ്ടുപിടിച്ചായിരുന്നു. പാം ലീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റേ പനയുണ്ടല്ലോ, പന ഇലയിൽ ഇങ്ങനെയുള്ള ലിറ്ററേച്ചറുകൾ പോയംസ് ഒക്കെ എഴുതിയിരിക്കുന്നതായിട്ട് ഇവർ രണ്ടുപേരും കണ്ടെത്തി. അപ്പോൾ പണ്ടുള്ള നിങ്ങൾക്കറിയാമല്ലോ, ഈ രാജഭരണമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മെസ്സേജസ് ഒക്കെ ഈ ഒരു താളി ഓലയിലാണ്, പനയില ഇങ്ങനെയുള്ള ഇലകളിലാണ് അവർ എഴുതി കൊടുത്തു വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നാളുകൾക്ക് മുന്നേ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അന്ന് ഈ ഒരു ലിറ്ററേച്ചറിൻ്റെ പോയംസ് ഒക്കെ ഈ ഒരു പാം ലീവ്സിലൊക്കെയാണ് എഴുതിയിരുന്നതെന്നാണ് ഇവർ റീഡിസ്കവർ ചെയ്ത സമയത്ത് കണ്ടെത്തിയത്. Thamodaram Pillai published the first edition of the Ettukotte in 1877. In the recent past, A.K. Ramanujan and Kamal Selbil have translated and commented on a large selection of these anthologies. 2 epics composed after the Sangam period during the Buddhist and Jain periods of Tamil Nadu are the Chilapatikaran and Manimekhalai. അങ്ങനെ ഇതൊക്കെ റീഡിസ്കവേർഡ് ആയി വന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഘം പീരീഡിൻ്റെ ആ ഒരു ആഫ്റ്റർ ദ സംഘം പീരീഡ് കഴിഞ്ഞ് ബുദ്ധിസ്റ്റ് ജെയിൻ പീരീഡൊക്കെ ആയി. ബുദ്ധിസ്റ്റ് പീരീഡ് എന്ന് പറയുമ്പോൾ അറിയാമായിരിക്കുമല്ലോ, ബുദ്ധിസമൊക്കെ ആളുകളിലോട്ട് എത്തിച്ച ആ ഒരു സമയം. അതുപോലെ ജെയിൻ പീരീഡ് എന്ന് പറയുമ്പോൾ ജെയിനിസം അങ്ങനെയുള്ള അവരുടെ കാര്യങ്ങളൊക്കെ ആളുകളിലോട്ട് എത്തിച്ച ബുദ്ധിസ്റ്റ് സംഘം ലിറ്ററേച്ചർ ആ ഒരു പീരീഡ് കഴിഞ്ഞ് തൊട്ട് ചേർന്നിട്ടായിരുന്നു ജെയിൻ പീരീഡും ബുദ്ധിസ്റ്റ് പീരീഡും. ആ സമയത്ത് ഈ ഒരു സംഘം ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ട് തമിഴ്നാട്ടിൽ ഇറങ്ങിയ 2 എപ്പിക്കുകളാണ് ചിലപ്പതികാരനും മണിമേഖല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ചിലപ്പതികാരൻ നെക്സ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇത്തിരി നല്ലൊരു സ്റ്റോറിയാണ്, ഒരു എപ്പിക്കാണ് കേട്ടോ. The Chilapatikaran is a Jain text with larger overtones of
ജെയിൻ ഫിലോസഫി ആൻഡ് മണിമേഖല ഈസ് ദ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് വിത്ത് ഹെവി ഇൻഫ്ലുവൻസ് ഓഫ് ബുദ്ധിസ്റ്റ് തിയോളജി. അപ്പോൾ ഈ മണിമേഖല എന്ന് പറയുമ്പോൾ ബുദ്ധിസ്റ്റ് ആ ടൈം പീരീഡിൽ ഇറങ്ങിയതാണ്. അതിൽ ഹെവി ബുദ്ധിസ്റ്റ് തിയോളജിയാണ്. ബുദ്ധിസ്റ്റ് അവരുടെ കാര്യങ്ങൾ, ബുദ്ധ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ചേർന്നിട്ട് ഇറങ്ങിയ ഒരു ടെക്സ്റ്റാണ് മണിമേഖല. ഇനി ചിലപ്പതികാരത്തിൽ ജെയിൻ തിയോളജിയൊക്കെ ചേർത്തിട്ട് ഇറങ്ങിയതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഫസ്റ്റ് 2 sections ഡീൽ വിത്ത് ആൻഷ്യൻ്റ് തോൽക്കപ്പിയം ഹാസ് 3 sections. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എവിടെയാണ്? എട്ടുകൊട്ടെ, പട്ടുപാട്ട്, തോൽക്കപ്പിയം, ഇങ്ങനെ 3 പേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 8 ടൊക്കയുടെ അണ്ടറിൽ 8 വരും, പട്ടുപാട്ടിൻ്റെ അണ്ടറിൽ 10 വരുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോൽക്കപ്പിയത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയാതെയാണ് ടെക്സ്റ്റ് ബുക്കിലോട്ട് വേറെ കാര്യങ്ങളിലോട്ട് റീഡയറക്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. എഗെയിൻ തോൽക്കപ്പിയത്തിലോട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ തോൽക്കപ്പിയത്തിൻ്റെ അണ്ടറിൽ 3 സെക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയെല്ലാം 8ഉം 10ഉം ഒക്കെ ഉണ്ട്. പക്ഷേ തോൽക്കപ്പിയത്തിൽ മൂന്നാമതുള്ള ആൾക്ക് 3 ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കി വയ്ക്കാം. മൂന്നാമതുള്ള ആൾക്ക് 3 സെക്ഷനാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത് തോൽക്കപ്പിയത്തിൽ. ഇതിൽ സെക്ഷൻ വൈസ് വരുമ്പോൾ ദ ഫസ്റ്റ് 2 sections ഡീൽ വിത്ത് ആൻഷ്യൻ്റ് തമിഴ് ലിംഗ്വിസ്റ്റിക്സ് ലൈക്ക് ഓർത്തോഗ്രാഫി, ഫോണോളജി, മോർഫോളജി ആൻഡ് സിൻടാക്സ്. അപ്പോൾ ഈ ഒരു തോൽക്കപ്പിയത്തിലെ ആദ്യത്തെ 2 സെക്ഷനിൽ ആൻഷ്യൻ്റ് തമിഴ്, പഴയകാല തമിഴിലെ ലിംഗ്വിസ്റ്റിക്സ് ആയിട്ടുള്ള ഓർത്തോഗ്രാഫി, ഫോണോളജി, മോർഫോളജി, സിൻടാക്സ് ഇങ്ങനെയുള്ള ലിംഗ്വിസ്റ്റുകളൊക്കെയാണ് അതിലുള്ളത്. ഇനി നമ്മൾ 2 സെക്ഷനിൽ ഇതാണുള്ളതെന്ന് പറഞ്ഞു. ഇത് ഒരുമിച്ചാണ് വരുന്നത്, ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. ഇനി മൂന്നാമതൊരു സെക്ഷൻ ഉണ്ടല്ലോ, ദ തേർഡ് സെക്ഷൻ ഡീൽ വിത്ത് പ്രോസോഡി, റെക്ടോറിക്, പോയറ്റിക്സ്, ജനറൈസ്, തീംസ്, ബിഹേവിയറൽ കോഡ്സ് ആൻഡ് പോയറ്റിക് ഡിക്ഷൻ എന്നീ കാര്യങ്ങളാണ് ഈ ഒരു തേർഡ് സെക്ഷനിൽ വരുന്നത്. അത് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വച്ചിരുന്നാൽ മാത്രമേ ആവശ്യമുള്ളൂ. നെക്സ്റ്റ് ഇനി അടുത്ത സെക്ഷനിലോട്ട് ഡയറക്റ്റ്ലി പോവുകയാണ്. തമിഴ് പോയറ്റിക്സ് ആൻഡ് സാൻസ്ക്രിറ്റ് പോയറ്റിക്സ് എന്നുള്ള ഒരു സെക്ഷനാണ്. ദ പോയട്രി ഓഫ് ദ സംഘം പീരീഡ് ഹാസ് എ സിൻടാക്സ് ആൻഡ് പോയറ്റിക്സ് നോട്ട് സീൻ ഇൻ ദ ട്രഡീഷൻ ഓഫ് പോയട്രി ഫ്രം ദ നോർത്ത് ഓഫ് ദ ഇന്ത്യ. ദിസ് പോയട്രി ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ സാൻസ്ക്രിറ്റ് പോയറ്റിക്സ് ആൻഡ് പ്രൊസോഡി. ദ പോയട്രി ഹാസ് 2 themes, ദ അകം ആൻഡ് ദ പുറം. നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു തമിഴ് പോയറ്റിക്സ് ആയിട്ടുള്ള സംഘത്തിനൊക്കെ 2 ടൈപ്പ് തീം ഉണ്ട്, അകവും പുറവും. എന്താണ് മീനിങ് എന്ന് നമ്മൾ പറഞ്ഞു. ദീസ് പോയിംസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഓൺ ദ ഐഡിയാസ് ഓഫ് ഇമോഷൻ. അപ്പോൾ 2 ടൈപ്പ് തീംസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്താണ് ടൈപ്പ് ഉണ്ട്, അകവും പുറവും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇതിനെ നമ്മുടെ ഇമോഷൻ ബേസ് ചെയ്ത് എഗെയിൻ കാറ്റഗറൈസ് ചെയ്യാന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു തീംസ് ബേസ് ചെയ്ത്, ഇമോഷൻ ബേസ് ചെയ്ത്. ഇമോഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചില പോയിന്റ്സിലുള്ള ഇമോഷൻ ഹാപ്പിനെസ് ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ അമ്മ മകൻ ബന്ധമാണെങ്കിൽ ആ ഒരു പോയമിലുള്ള തീം എന്തായിരിക്കും? വാത്സല്യമായിരിക്കും, അല്ലെങ്കിൽ മാതൃസ്നേഹം, അതായിരിക്കും അതിലെ ഇമോഷൻ അല്ല. ഇനിയൊരു കാമുകനും കാമുകിയുടെയും പ്രണയം റിലേറ്റഡ് ആയിട്ടുള്ള പോയമാണെങ്കിൽ അതിലെ ഇമോഷൻ എന്തായിരിക്കും? പ്രണയമായിരിക്കും, അല്ലെങ്കിൽ സ്നേഹമായിരിക്കും അല്ലേ. അങ്ങനെ പല ടൈപ്പ് ഇമോഷൻ ആയിരിക്കും ഓരോ പോയംസിലും ലിറ്ററേച്ചറിലും ഉണ്ടാവുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. The Rasas talk about the emotions which are permanent, sthayi, and those which are transient, vyabhichara. The Sangam poetry portrays emotions through physical geography like the hills, the seashore, the wasteland geography like the hills, seashore and the wasteland, the forest and the lowland or the marshes, they are called tene. The Sangam poetry portrays the emotions. ഈ ഒരു സംഘം ലിറ്ററേച്ചർ അകവും പുറവും ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അണ്ടറിൽ വരുന്ന ഓരോ പോയംസിൽ ഓരോ ഇമോഷൻസ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഞാൻ ഇപ്പം പറഞ്ഞുള്ളൂ ഏതാണ്. ചില പോയമിൽ വാത്സല്യമായിരിക്കും, ചില പോയമിൽ ലവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമോഷൻ ആയിരിക്കും, ചിലതിലാണെങ്കിൽ ദുഃഖമായിരിക്കും അല്ലേ. ദാരുണമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന പോയമാണെങ്കിൽ അതിൽ ദുഃഖമായിരിക്കും. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഇമോഷൻസ് ഒക്കെ ഈ ഒരു നാച്ചുറുമായിട്ട് ഈ ഒരു ലിറ്ററേച്ചറിൽ കമ്പയർ ചെയ്യും. ഇത് ഈ ഒരു ലിറ്ററേച്ചറിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് സംഘ ലിറ്ററേച്ചറിൻ്റെ. അപ്പോൾ നാച്ചുറുമായിട്ട് ഓരോ കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഞാൻ സംഘ ലിറ്ററേച്ചർ പീരീഡിൽ ഞാൻ ഈ സംഘം ലിറ്ററേച്ചർ എഴുതുന്ന ഒരു കവിയാണെന്ന് നിങ്ങൾ കരുതുക. ഓക്കെ, അപ്പോൾ എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാനൊരു കവിതയായിട്ട് എഴുതുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഇമോഷൻ നാച്ചുറായിട്ട് ഒരു നേച്ചറിലെ പ്രകൃതിയിലെ ഒരു കാര്യമായിട്ട് എനിക്ക് കമ്പയർ ചെയ്യണം, സിമിലൈസ് ചെയ്ത് എഴുതണം. സിമിലി എന്ന് പറയുമ്പോൾ ഒന്നിനെ
മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. അപ്പം ഞാൻ കവിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം എനിക്ക് ഭയങ്കര വിഷമമാണ്, എനിക്ക് മാനസികമായിട്ട് ഞാൻ ദുഃഖിച്ചിരിക്കുകയാണ്, എൻ്റെ മനസ്സൊക്കെ തകർന്നിരിക്കുകയാണ്, എനിക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്ത ഒരു കാര്യം എൻ്റെ ലൈഫിൽ നടന്നു എന്ന് വിചാരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ അത് ഓർത്ത് കരഞ്ഞു വിളിച്ച് ഒന്നും മിണ്ടാതെ കരഞ്ഞ് എൻ്റെ കണ്ണീരൊക്കെ വറ്റി, കണ്ണിൽ നിന്നുള്ള കണ്ണീരെല്ലാം വറ്റി, ഹാർട്ടൊക്കെ കംപ്ലീറ്റ്ലി ബ്രോക്കൺ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി മഴ പെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ഞാനൊരു പോയം എഴുതാനായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എൻ്റെ ഇമോഷൻ പ്രകൃതിയിൽ എന്ത് കാര്യമായിട്ട് കമ്പയർ ചെയ്യാം. ആ സമയത്താണ് ഞാൻ ആകാശത്തിലുള്ള കാർമേഘങ്ങൾ കാണുന്നത്. അപ്പം ഞാൻ എൻ്റെ കവിതയിൽ എഴുതുകയാണ്, എൻ്റെ മനസ്സിലുള്ള വിഷമം ആകാശത്ത് മഴ പെയ്യാനായിട്ട് കാത്തു നിൽക്കുന്ന കാർമേഘങ്ങളെ പോലെ വിങ്ങിപ്പൊട്ടാവുന്ന ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു അവസ്ഥയിലാണ് എൻ്റെ ഹൃദയം എന്ന് ഞാനൊരു പോയത്തിൽ എഴുതുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? കാർമേഘം അതെന്ന് പറഞ്ഞാൽ മഴ എപ്പോൾ വേണേലും പെയ്യാമെന്നാണ്. അതുപോലെ എൻ്റെ മനസ്സിനെ ഞാൻ അതുമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ചിന്തകളെ അതിനായിട്ട് കമ്പയർ ചെയ്യുകയാണ്. മീൻസ് കാർമേഘം ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലെ എൻ്റെ മനസ്സിലെ എൻ്റെ വിഷമങ്ങൾ ഇപ്പൊ പൊട്ടി കണ്ണീരായിട്ട് പുറത്തു വരുമെന്ന് ഞാൻ ആ ഒരു കാർമേഘത്തിനെ എൻ്റെ കണ്ണീരുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുകയാണ്, സിമിലൈസ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഒരു മനുഷ്യൻ്റെ ഇമോഷനെ ഏത് രീതിയിലാണ് അവിടെ നാച്ചുറുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളതെന്ന്? ഇനി ഒരു എക്സാമ്പിളൂടെ പറയാം. ഇപ്പോൾ ഒരു സ്ഥലത്ത് രണ്ട് കപ്പിൾസ് ഇരിക്കുകയാണ്. അവരിരുന്ന ഒരു മരത്തിൻ്റെ തണലിൽ, മരത്തിൻ്റെ അണ്ടറിലാണ് ഇരിക്കുന്നത്. ഈ മരത്തിൻ്റെ മുകളിൽ തന്നെ രണ്ട് കുരുവികൾ, ഒരു മെയിൽ ഫീമെയിൽ കുരുവികൾ, അവരും സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. ഇതിൻ്റെ താഴെ ഇരിക്കുന്ന ഈ ഒരു കപ്പിൾസ് ഉണ്ടല്ലോ, അവരും സ്നേഹം പ്രകടിപ്പിക്കുകയാണ്, അവർ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്, അവർ ഓരോ ഫ്യൂച്ചർ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ അവിടെ ഇത് കാണുന്ന ഒരു പോയറ്റ് എഴുതുകയാണ്, ആ ഇരിക്കുന്ന കമിതാക്കൾ രണ്ട് ഇണക്കുരുവികളെ പോലെ സല്ലപിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ അവരുടെ പ്രണയത്തിനെ വേറൊരു നേച്ചറിലെ പ്രകൃതിയിലെ വേറൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ഒരു കമിതാക്കളുടെ ഇമോഷനെ, അവരുടെ ആ ഒരു സ്നേഹപ്രകടനത്തിന്, അവരുടെ മനസ്സിലെ ഇമോഷനെ ഒരു പ്രകൃതിയിലെ ഒരു കാര്യമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളത് മനസ്സിലായോ? അപ്പോൾ രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ സംഗം ലിറ്ററേച്ചറിൽ, ഈ ഒരു ലിറ്ററേച്ചറിൽ എഴുതുന്ന പോയംസിലൊക്കെ അതിൽ ആ ഒരു പോയംസിലെ കണ്ടന്റ്, അല്ലെങ്കിൽ ആ ഒരു പോയമിലെ ഇമോഷനെ പ്രകൃതിയിലെ വേറൊരു കാര്യവുമായിട്ട് എപ്പോഴും സിമിലൈസ് ചെയ്യും, അല്ലെങ്കിൽ കമ്പയർ ചെയ്താണ് എഴുതുന്നത് എന്നാണ് പറയുന്നത്. അത് ഒന്നെങ്കിൽ പ്രകൃതിയിലെ എന്തായിരിക്കാം, ജിയോഗ്രാഫി ലൈക്ക് ഹിൽസ്, മലനിരകളെ, അല്ലെങ്കിൽ സീഷോറ്, വേസ്റ്റ് ലാൻഡ്, ഫോറസ്റ്റ്, ലോ ലാൻഡ്, മാർഷസ്, ഇങ്ങനെ എന്തിനെ കുറിച്ചും മേ ബി അതിൽ കമ്പയർ ചെയ്തേക്കാം. മലനിരകളെ പോലെ കമ്പയർ ചെയ്യാം, മലനിരകളെ വെച്ച് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ മണൽ കൂമ്പാരങ്ങൾ നിറഞ്ഞു കിടക്കുന്ന കടൽ തീരത്തിനായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ കായലിനെ കമ്പയർ ചെയ്യാം. ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ, എനിക്ക് നിന്നോടുള്ള പ്രണയം എണ്ണിത്തീരണമെങ്കിൽ, എനിക്ക് നിന്നോടുള്ള പ്രണയം കടലിൻ്റെ തീരത്തുള്ള മണൽ തരികളെ പോലെയാണെന്ന്. മീൻസ് അത് ഒരു അൺകണ്ടീഷണലാണ്, അൺകൗണ്ടബിൾ ആണ്. നമുക്കിപ്പോൾ കടലിൻ്റെ സൈഡിലുള്ള മണൽ പോയിരുന്ന് എണ്ണി ഒരിക്കലും തീർക്കാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് എനിക്ക് നിന്നോടുള്ള പ്രണയം എന്ന് ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതപ്പോൾ ആ ഒരു പറയുന്ന വ്യക്തിയുടെ ലവ് എക്സ്പ്രസ് ചെയ്യാണ്, ഒരു കടൽ തീരത്തിൻ്റെ സൈഡിലെ മണലുമായിട്ട് കമ്പയർ ചെയ്യാണ്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ സംഘം ലിറ്ററേച്ചറിൽ എഴുതുന്ന പോയംസിനെല്ലാം ഇങ്ങനെ ഒരു ഇമോഷൻസ് നേച്ചറിലെ ഗ്രാസ് ലാൻഡ്സോ, അല്ലെങ്കിൽ ഗ്രാസ് ഫീൽഡ്, മൗണ്ടെയിൻസ്, സീഷോർ, ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡിനെ, ഈ ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ ഈ ഒരു സിമിലീനെ, ഒരു കാര്യത്തിനെ നേച്ചറിലെ കാര്യമായിട്ട് കമ്പയർ ചെയ്യുന്ന ആ ഒരു സിമിലീനെയാണ് ടെനൈ എന്ന് പറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടെനൈ, ഓക്കെ, ഇവിടെ എഴുതിയിട്ടില്ല, TENAI എന്നുള്ള ടെനൈ എന്നാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയൊരു ടെനൈ എന്ന് പറയുമ്പോൾ ഒരു തീംസ് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇമോഷനെ വേറൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടെനൈനെ 5ആയിട്ട് എഗൈൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഈ ഒരു തീംസിനെ. അപ്പോൾ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഒന്നാമത്തത് കുറിൻസി, 2 നെയ്റ്റാല്, 3 പാലൈ, 4 മുല്ലൈ, 5 മരുതം. ഇങ്ങനെ
5 തരമായിട്ട് ഈ ഒരു ടെനൈ അല്ലെങ്കിൽ ഈ ഒരു തീംസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മീനിങ് പറയുമ്പോൾ മേ ബി നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യം മനസ്സിലാവും. കുറിൻസി എന്ന് പറയുമ്പോൾ ദ ഹിൽസ് ആണ്. കുറിൻസി എന്ന് പറയുമ്പോൾ ഹില്ലാണ്, മലനിരകളെയാണ് ഇതിന്റെ അർത്ഥമാക്കുന്നത്. നെയ്റ്റൽ എന്ന് പറയുമ്പോൾ സീഷോർ എന്ന് പറയുമ്പോൾ എന്താണ്, കടലിന്റെ കടൽ, ആ ഒരു ബീച്ച്, ആ ഒരു പ്ലേസ്. പാലൈ എന്ന് പറയുമ്പോൾ ദ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, സാധാ ഒരു ലാൻഡ്, അധികം ഇങ്ങനെ അത്ര ഒരു നോർമലി ഉള്ള ഒരു ലാൻഡ്. മുല്ല എന്ന് പറയുമ്പോൾ ദ ഫോറസ്റ്റ്, കാട്. മരുതം ദ ലോ ലാൻഡ്, താഴ്ന്ന പ്രദേശങ്ങൾ. അപ്പോൾ ഈ കുറിൻസിയുടെ ഈ കാര്യങ്ങളുടെ മീനിങ് ആണ് പറഞ്ഞത്. ഇതിന്റെ ഓരോന്നിനെയും ഓരോ കാര്യമായിട്ട്, ഇതിപ്പോ ഓരോ ഇതാണല്ലോ ഞാൻ പറഞ്ഞു, എന്താണ്, ഹില്ലാണ്, സീഷോറാണ്, ലോ ലാൻഡ് ആണ്, വേസ്റ്റ് ലാൻഡ് ആണ്, ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം നാച്ചുറലുള്ള കാര്യമാണ്. അപ്പോൾ ഓരോ ഇമോഷൻസിൻ്റെയും, ഹ്യൂമൻ ലൈഫിലുള്ള ഓരോ ഇമോഷനെയും ഇതിൻ്റെ ഓരോന്നുമായിട്ട് കമ്പയർ ചെയ്താണ് ഈ ഒരു സംഘം ലിറ്ററേച്ചറിൽ കവിതകൾ എഴുതാറുള്ളത്. അപ്പോൾ കുറിൻസി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സിഗ്നിഫൈയും ലവേഴ്സ് മീറ്റിംഗ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്, ഒരു കപ്പിൾസ് കണ്ടുമുട്ടുന്ന ആ ഒരു സിറ്റുവേഷന് ഹിൽസുമായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത്, കുറിൻസി ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിപ്പോൾ ഞാൻ എക്സാമ്പിൾ ഒന്നുകൂടെ പറയാം. അപ്പോൾ സംഘം ലിറ്ററേച്ചറിൽ ഒരു പോയം എഴുതുകയാണ്. ആ പോയമിൽ ലവ് ആണ് തീം. എന്താണ്, അകമാണ് തീം. ലവ് എന്ന് പറയുമ്പോൾ അകമാണല്ലോ. അതിൽ കപ്പിൾസ് തമ്മിലുള്ള തീമാണ് അതിൽ സ്റ്റോറി വരുന്നത്. അപ്പോൾ അത് എഴുതിയിട്ടുള്ളത് ഇതിൽ ആ ഒരു കപ്പിൾസ് കുറേ നാളായിട്ട് കാണാതിരിക്കുമ്പോഴത്തേക്കും കാണാതിരുന്ന് അവർ കാണുവാണെങ്കിൽ സിഗ്നിഫൈ ലവേഴ്സ് മീറ്റിംഗ്, ആ ഒരു ലവേഴ്സ് മീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള തീം കുറിൻസി ആയിരിക്കും. കുറിൻസി എന്ന് പറയുമ്പോൾ ദ ഹിൽസ് ആണ്. അപ്പോൾ അതൊരു മീനിങ് ആണ്. നമ്മൾ ഒരു ജസ്റ്റ് ഒരു എന്താണ്, അത് നിങ്ങൾ ആ ഒരു മീനിങ് ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ലവേഴ്സിന്റെ മീറ്റിംഗ് ആണ് തീം, അല്ലെങ്കിൽ ആ ഒരു പ്രണയം റിലേറ്റഡ് ആയിട്ടുള്ള 2 കപ്പിൾസ് അവിടെ കാണുകയാണ്. ഒരു ആണും പെണ്ണും സ്നേഹിക്കുന്ന 2 ഹൃദയങ്ങൾ അവിടെ കണ്ടുമുട്ടുവാണെങ്കിൽ അവിടെ യൂസ് ചെയ്തിട്ടുള്ള തീം കുറിൻസിയാണ്. ഇനി നെയ്റ്റലിൽ പറഞ്ഞിട്ടുള്ളത് സിഗ്നിഫൈങ് സീക്രട്ട് മീറ്റിംഗ്സ് അറ്റ് ദ സീ ഷോർ ആൻഡ് ലവേഴ്സ് ആൻഡ് ഷിറ്റി. അപ്പോൾ ഇതിലെ കപ്പിൾസിന്റെ വീട്ടിലെ ഇഷ്യൂ ആണ്, പ്രണയത്തിന്റെ അറിഞ്ഞാൽ ഇഷ്യൂ ആണ്. അപ്പോൾ അവർ സീക്രട്ടായിട്ട് അവരൊരു കടൽ തീരത്തോ ബീച്ചിലോ ഒക്കെ ആയിട്ട് കാണുകയാണ്. അപ്പോൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ള തീം ഏതാണ്, നെയ്റ്റൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വേർഡ് തമിഴ് വേർഡ് ആയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് മേ ബി മനസ്സിലാക്കാൻ പാടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായാലും ചോദിച്ചിരുന്നാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കുറിൻസി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, കുറിൻസി തീം വരുന്നത് രണ്ട് പേര് കാണുന്നത്, കപ്പിൾസ് കണ്ടുമുട്ടുന്നത്, കുറേ നാളിന് ശേഷം കണ്ടുമുട്ടുന്നതിനാണ് കുറിൻസി എന്നുള്ള തീം യൂസ് ചെയ്യുന്നത്. നെയ്റ്റൽ ആണെങ്കിൽ അവർ സീക്രട്ട് ആയിട്ടാണ് ഈ ഒരു കപ്പിൾസ് കാണുന്നതെങ്കിൽ അവരുടെ ആൻഷേറ്റി, അവരുടെ ആ ഒരു സ്നേഹപ്രകടനം, ഇതെല്ലാമാണ് നെയ്റ്റൽ എന്നുള്ള ഒരു തീമിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പാലയാണ്. പാലൈ സിഗ്നിഫൈങ് എ ലവേഴ്സ് ഫ്രസ്ട്രേറ്റിംഗ് ജേർണി ത്രൂ ദ ഡെസേർട്ടഡ് ലാൻഡ്സ്കേപ്പ്. അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്, അവർക്ക് കാണാൻ പറ്റുന്നില്ല, 2 ലവേഴ്സിന് കാണാൻ പറ്റുന്നില്ല, അവർ കുറേ നാളായി, അതൊക്കെ ഓർത്ത് അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്, അവർക്ക് മനസ്സമാധാനം ഇല്ല. അപ്പോൾ ആ ഒരു ടൈപ്പ് പോയംസ് വരുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന തീമാണ് പാലൈ. ഇനി 4ാമത് വരുന്നത് മുല്ലൈ സിഗ്നിഫൈങ് ഹാപ്പിനെസ് ത്രൂ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ യൂണിയൻ. അപ്പോൾ ഇവർ കണ്ട് ഒരുപാട് നാൾ കഴിഞ്ഞ് ഇവർ കാണുകയാണ്. അപ്പോൾ അവർ ഫിസിക്കലിയും ഇമോഷണലി അവർ യൂണിയൻ ഒന്നാവുകയാണ്, അവരുടെ ആ ഒരു പ്രണയം. അപ്പോൾ ആ ഒരു പ്രണയം അങ്ങനെയുള്ള ഒരു ഇതാണ് ആ ഒരു പോയമിൽ വരുന്നതെങ്കിൽ അവിടെ യൂസ് ചെയ്തിട്ടുള്ള തീമാണ് മുല്ലൈ. ലാസ്റ്റ് വൺ മരുതം സിഗ്നിഫൈങ് മേ ലവേഴ്സ് അൺഫെയ്ത്ത്ഫുൾ ആറ്റിറ്റ്യൂഡ്, മീൻസ് ബ്രേക്കപ്പ്, അവർക്ക് ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അവരെ ഒരു അൺസക്സസ്ഫുൾ ലവ് ഒക്കെ ആണെങ്കിൽ അതിൽ യൂസ് ചെയ്തിട്ടുള്ള തീമാണ് മരുതം. അപ്പോൾ തീമെല്ലാം നമ്മൾ പറഞ്ഞ എന്താണ്, തെന്നലാണ്, തെന്നലല്ല തെന്നെ. അപ്പോൾ തെന്നെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മനുഷ്യന്റെ ഇമോഷനെ
പ്രകൃതിയിലെ വേറൊരു കാര്യമായിട്ട് സിമിലൈസ് ചെയ്യുന്നതിനെയാണ് തെന്നെ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തെന്നയിൽ 5ആയിട്ട് അഗൈൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 5 പറഞ്ഞിട്ടുള്ളത്. ഈ കുറിൻസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രണയിതാക്കള് ഒരുപാട് നാളായിട്ട് കാണാതിരുന്ന പ്രണയിതാക്കൾ കാണുവാണ്, ജസ്റ്റ് കാണുവാണ് പ്രണയം തുടങ്ങിയ ടൈമിൽ. അങ്ങനെയാണെങ്കിൽ അതിന് കുറിൻസി തീം പറയും. നെയ്റ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, സിഗ്നിഫൈങ് സീക്രട്ട് മീറ്റിംഗ്, സീക്രട്ട് ആയിട്ടൊക്കെ കാണുവാണെങ്കിൽ നെയ്റ്റൽ തീമാണ്. പാലൈ വരുന്നത് അവർ ഒരുപാട് നാളായിട്ട് അവർ കാണുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്, അവർക്ക് സമാധാനമില്ല. അങ്ങനെ വരുമ്പോൾ വരുന്ന തീമാണ് പാലൈ. മുല്ലേ വരുന്നത് അവർ ഒരുപാട് നാൾ കഴിഞ്ഞ് കാണുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന സന്തോഷവും അവർ ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഉള്ള അവരുടെ ആ ഒരു അടുപ്പത്തിനെയാണ് അതിൽ മുല്ലയിൽ നിന്നുള്ള തീമിൽ വരുന്നത്. മരുതോ എന്ന് പറയുമ്പോൾ അവരൊരു ബ്രേക്കപ്പ്, അല്ലെങ്കിൽ രണ്ടിലൊരാളില്ല, അവർ ഡിപ്രസ്ഡ് ആണ് ആ ഒരു ലവ് കാരണം. അങ്ങനെയാണെങ്കിൽ മരുതോ എന്നുള്ള തീമാണ് വരുന്നത്. അപ്പം ഞാനിപ്പോൾ ഒന്നുകൂടെ ഉദാഹരണം പറയാം. ഇപ്പോൾ സംഘ ലിറ്ററേച്ചറിൽ ഒരു പോയം വരികയാണ്. ആ പോയത്തിൽ ലവേഴ്സിൻ്റെ ഒരു സ്നേഹമാണ് അതിൽ വരുന്ന തീം. രണ്ടുപേര് തമ്മിൽ പ്രണയിക്കുകയാണ്, അവർ പിരിയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. അപ്പോൾ അതിൽ വരുന്ന ആ ഒരു ലിറ്ററേച്ചർ ടൈപ്പ് എന്താണ്, അകമാണ്. കാരണം അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ലവ് ആണ് തീം, ലിറ്ററേച്ചർ ടൈപ്പ് വരുന്നത്. അത് കഴിഞ്ഞ് അവര് എന്താണ് കുറേ നാൾ കഴിഞ്ഞ് കാണുവാണ്. ഓക്കെ, കുറേ നാൾ കഴിഞ്ഞ് കാണുമ്പോൾ അതിൽ ആ കാമുകിയും ഒരുപാട് ഹാപ്പിനെസ് ആണ്. അവർ ഫിസിക്കലി ആൻഡ് മെൻ്റലി അവർ ഒരുപാട് ഹാപ്പിനെസ് ആവുകയാണ്, അവർ ഒന്നിക്കുകയാണ്. അപ്പോൾ ആ ഒരു പോയം ഇതിലേത് തീമിലായിരിക്കും വരുന്നത്, മുല്ലയിലായിരിക്കും വരുന്നത് അല്ലേ? കാരണം മുല്ലയാണ് സിഗ്നിഫൈങ് ഹാപ്പിനെസ് ത്രൂ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ യൂണിയൻ. മനസ്സിലായല്ലോ? ഇനി ആ ഒരു കാമുകിയും ഒരുപാട് നാളായി കാണുന്നില്ല, അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോയം ഏത് തീമിലായിരിക്കും വരുന്നത്, പാലയിലായിരിക്കും. കാരണം പാലൈ സിഗ്നിഫൈങ് എ ലവേഴ്സ് ഫ്രസ്ട്രേറ്റിംഗ് ജേർണി ത്രൂ ദ ഡിസർട്ടഡ് ലാൻഡ്സ്കേപ്പ്. അപ്പോൾ മനസ്സിലായല്ലോ? ഇപ്പോൾ സംഘം ലിറ്ററേച്ചറിൻ്റെ ഒരു പോയം കാണുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുകയാണ്. അപ്പം അതിൽ വാറാണ്, അല്ലെങ്കിൽ യുദ്ധമാണ്, അല്ലെങ്കിൽ ഒരു ഹീറോയുടെ കാര്യങ്ങളാണ് പറയുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ നിങ്ങൾക്കത് മനസ്സിലാവാം ആ പോയമിൻ്റെ ടൈപ്പ് എന്താണ് വരുന്നത്, പൊറോ ആണ് വരുന്നത്. ഇനി ലവ് ആണ് വരുന്നെങ്കിൽ അകോ ആണ്. അതിൽ ലവ് ആണെങ്കിൽ അതിനകെ 5 ടൈപ്പായിട്ട് ആ ഒരു തെന്നയിനെ, ആ ഒരു ഇമോഷൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നും മനസ്സിലാക്കുക. അപ്പോൾ ആക്ച്വലി ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ ഇത്രയും ഒരുപാട് ടൈപ്പ് വരുന്നതുകൊണ്ട് നമുക്കത് വായിച്ചെടുക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി പാട് വന്നേക്കാം. പിന്നെ കുറച്ച് കാര്യങ്ങളും ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഓരോ കവികളും ഈ ടൈപ്പിൽ പോയംസ് എഴുതിയിട്ടുണ്ട്, അതിനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം എക്സാമ്പിൾ നമുക്കൊരു കുറിൻസിയുടെ പോയം വായിക്കാം. അപ്പോൾ നമ്മൾ കുറിൻസി പറഞ്ഞായിരുന്നു. കുറിൻസി എന്താണ്, ലവേഴ്സ് മീറ്റിംഗ് ആണ്. കുറിൻസി സിഗ്നിഫൈങ് ലവേഴ്സ് മീറ്റിംഗ്. ദിസ് പോയം ഈസ് അസ്ക്രൈബ്ഡ് ടു എ സംഘം പോയറ്റുകാരുടെ കപ്പിലാർ. അപ്പോൾ കപ്പിലാർ എന്ന് പറഞ്ഞ ഒരു സംഘം പോയറ്റ്. അപ്പോൾ സംഘം ലിറ്ററേച്ചർ കൊണ്ട് പോയംസ് എഴുതുന്നവരെ സംഘം പോയറ്റ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കപ്പിലാർ എന്നുള്ള ഒരു പോയം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കുറിൻസി ഐക്കിനുരു എന്നുള്ള ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. ഏതാണ്, 8 കൊട്ടയുടെ ഐക്കിനുരു എന്നുള്ള ഒരു സെക്ഷനിലാണ് കുറിൻസി വരുന്നത്. What she said to her girlfriend, her foster mother, within earshot. Bless you, listen to me, my man, draw the flowers. Their blossom claw, their buds affair. Tell me, what do you call those tree on his mountain slopes? These poems come under 10A category, Kurinsi. ഓക്കെ, ഇവിടെ ഇതിൽ ഒരു പോയം എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതിൽ ആ ഒരു പെൺകുട്ടി ആ ഒരു കവിതയിലെ ആൺകുട്ടീനെ കുറേ നാൾ കഴിഞ്ഞ് കാണുകയാണ്. ദോസ് ട്രീസ് ഓൺ ഹിസ് മൗണ്ടൈൻ സ്ലോപ്സ്. അവിടെ എവിടെ വെച്ച് കാണുകയാണ്, മൗണ്ടൈൻ സ്ലോപ്സിൻ്റെ അണ്ടറിലുള്ള ട്രീസിൻ്റെ അവിടെ വെച്ചാണ് കാണുന്നത്. അപ്പോൾ അവരവിടെ ഒരു പ്രകൃതിനെ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ കുറേ നാളായിട്ട് കാണുകയാണ്. അതുകൊണ്ട് തന്നെ അതൊരു കുറിൻസി എന്നുള്ള തീമിലോട്ടാണത് പോകുന്നത്. അത് കഴിഞ്ഞ് നെയ്ത്തൽ എന്നതിനെക്കുറിച്ചെല്ലാം കുറച്ച് എക്സാമ്പിളായിട്ട് കുറച്ച് പോയം വരുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായില്ലെങ്കിൽ ആ ഒരു പോയം വായിച്ചാൽ മതിയാവും. മനസ്സിലായെങ്കിൽ കൂടുതൽ വായിക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം കുറച്ചുകൂടെ കൺഫ്യൂഷൻ ആവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റ്. കുറച്ചധികം കൺഫ്യൂഷൻ ചേർന്ന യൂണിറ്റാണ്. ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോഴേ പറഞ്ഞു, നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് നല്ല രീതിയിൽ ഡിഫറൻസ് ഉള്ള ഒരു
പോയ ഇതൊരു യൂണിറ്റാണ് ഇതെന്ന്. ഓക്കെ, ഇതിൻ്റെ ലാസ്റ്റ്, ഈ ഒരു യൂണിറ്റിൻ്റെ ലാസ്റ്റ് ചിലപ്പതികാരത്തിനെ കുറിച്ച് കുറച്ച് പോർഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചിലപ്പതികാരം നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ഒരു സ്റ്റോറിയാണ്, നല്ലൊരു സ്റ്റോറിയാണ്. അപ്പോൾ ചിലപ്പതികാരത്തിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ഈ ഒരു യൂണിറ്റിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. കാരണം നമ്മൾ അടുത്ത യൂണിറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പതികാരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഘ ലിറ്ററേച്ചറിൻ്റെ ഇടയിൽ ചിലപ്പതികാരത്തിൻ്റെ ഈ ഒരു കഥ കുറച്ച് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. സോ നെക്സ്റ്റ് യൂണിറ്റിൽ നമുക്ക് ചിലപ്പതികാരത്തിൻ്റെ കഥ കറക്റ്റായിട്ട് പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ സംഘ ലിറ്ററേച്ചറിനെ കുറിച്ച് ഈ ഒരു യൂണിറ്റ് 13 പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇത്രയും നോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പെട്ടെന്നൊന്ന് വായിച്ചു പോവാം. എന്താണ് സംഘ ലിറ്ററേച്ചർ? ആൻഷ്യൻ്റ് ലിറ്ററേച്ചർ ടൈമിൽ ഓൾമോസ്റ്റ് ഒരു 4th to 1st സെഞ്ച്വറിയിൽ ആ ഒരു ടൈം പീരീഡിൽ തമിഴ്നാട് മധുരയിലാണ് ഈ ഒരു സംഘ ലിറ്ററേച്ചറിൻ്റെ ഒറിജിൻ വന്നത്. സംഘ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, അന്നത്തെ കാലത്ത് ഇറങ്ങിക്കൊണ്ടിരുന്ന ലിറ്ററേച്ചർ വർക്കുകളിലെല്ലാം ഈ ഒരു ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു തീം വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കിക്കൊണ്ട് സംഘം പോയറ്റുകൾ നിർമ്മിച്ചതാണ് ഈ ഒരു സംഘം ലിറ്ററേച്ചർ, ഈ ഒരു സാഹിത്യം. ഇതിൽ 2 ടൈപ്പായിട്ടാണ് ഇത് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് അകം എന്ന് പറഞ്ഞാൽ ലവ് തീമും, പുറം എന്ന് പറഞ്ഞാൽ ഹീറോയുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ കിങ്ഡം, കിങ്ഷിപ്പ് ഇങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വാർ, ഇതൊക്കെയാണ് പുറത്തിൽ വരുന്നത്. പിന്നെ 3 ഈ ഒരു സംഘം ലിറ്ററേച്ചർ വർക്കുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് 8 ടൊട്ടൈ, പട്ടുപാട്ട്, തോൽക്കപ്പിയം. ഇതിൽ 8 ടൊക്കയുടെ അണ്ടറിൽ 8 എണ്ണം ഉണ്ട്. അതിൽ ആദ്യത്തെ 5 എണ്ണത്തിൽ തീം വരുന്നത് ലവ് ആണ്. അത് കഴിഞ്ഞ് വരുന്ന 2 എണ്ണത്തിൽ തീം വരുന്നത് പുറമാണ്. ലാസ്റ്റ് 8ാമത് വരുന്നതിൽ 2 തീമും ഉണ്ടാവും. സെക്കൻഡ് വൺ ആയിട്ടുള്ള പട്ടുപാട്ടിൽ 10 എണ്ണമാണ് ഇതിൻ്റെ അണ്ടറിലുള്ളത്. ഈ 10 എണ്ണവും ലോങ് ആയിട്ടുള്ള ലെങ്തി പോയംസ് ആണ്. തോൽക്കപ്പിയത്തിൻ്റെ അണ്ടറിൽ 3 സെക്ഷൻ ഉണ്ട്. ഈ 3 സെക്ഷനിൽ ആദ്യത്തെ 2 എണ്ണത്തിൽ ഒരേ കാറ്റഗറിയാണ് വരുന്നത്. 3rd സെക്ഷനിൽ ചെറിയ വ്യത്യാസം വരും. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, സംഘം ലിറ്ററേച്ചറിൽ വരുന്ന പോയംസിലെ ഇമോഷൻസ് എല്ലാം നേച്ചറിലെ വേറൊരു കാര്യം എന്തെങ്കിലുമായിട്ട് കമ്പയർ ചെയ്താണ്, സിമിലൈസ് ചെയ്താണ് ആ ഒരു പോയംസ് ഒക്കെ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ എഴുതുന്ന ആ ഒരു ടൈപ്പിനെ അല്ലെങ്കിൽ ഇമോഷനെ നാച്ചുറലിലെ എന്തെങ്കിലും കാര്യമായിട്ട്, പ്രകൃതിയിലെ എന്തെങ്കിലും കാര്യമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് ആ ഒരു ടൈപ്പിനെ, ആ ഒരു പ്രോസസ്സിനെ 10A എന്നാണ് പറയുന്നത്. ആ ഒരു 10Aനെ 5 ആയിട്ട് അഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോന്നിലും ലവേഴ്സിൻ്റെ മീറ്റപ്പ്, ലവേഴ്സിൻ്റെ ആ ഒരു യൂണിയൻ അല്ലെങ്കിൽ അവരുടെ ബ്രേക്കപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സംഘം ലിറ്ററേച്ചറിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ എളുപ്പമെന്ന് പറയുന്നില്ല എപ്പോഴത്തെ പോലും, ഇത്തിരി പാടാണ്. വായിച്ച് തന്നെ നോക്കുക കേട്ടോ, ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഇത് നോക്കുക. അതുപോലെ തന്നെ ഇത് നോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളവർ അതിൽ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബുക്കിൽ നോട്ട് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ അടുത്ത യൂണിറ്റുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.